മാർക്കണ്ഡേയനെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മഹാദേവൻ രക്ഷിച്ച കഥയെക്കുറിച്ചറിഞ്ഞാലോ? ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി മൃഗണ്ഡമുനി വർഷങ്ങളോളം തപസ് ചെയ്തു. ഒരു പുത്രനെ ജനിപ്പിക്കാനുള്ള വരം ആവശ്യപ്പെട്ടു. ദേവൻ അദ്ദേഹത്തിന് ഹ്രസ്വകാല ആയുസ്സുള്ള സദ്വൃത്തനും ഭക്തനുമായ ഒരു പുത്രനെയോ ദീർഘായുസ്സുള്ള മന്ദബുദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടനായ ഒരു പുത്രനെയോ തിരഞ്ഞെടുക്കാൻ വാഗ്ദാനം ചെയ്തു. മൃഗണ്ഡ ആദിത്യനെ തിരഞ്ഞെടുത്തു. 16-ാം വയസ്സിൽ മരിക്കാൻ വിധിക്കപ്പെട്ട മാതൃകാപരമായ ഒരു പുത്രനായി മാർക്കണ്ഡേയൻ ജനിച്ചു. 16-ാം വയസ്സിന് തൊട്ടു മുമ്പ് ദുഃഖിതരായ മാതാപിതാക്കളിൽ നിന്ന് തൻ്റെ വിധി മനസ്സിലാക്കിയ അദ്ദേഹം കഠിനമായ തപസ്സുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. മരണ ദിവസം ദേവന്റെ അനുഗോണിക രൂപത്തിലുള്ള ഒരു ലിംഗത്തിൽ ശിവനെ ആരാധിക്കുന്നത് തുടർന്നു. മരണദേവനായ യമന്റെ ദൂതന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞില്ല. യമൻ നേരിട്ട് മാർക്കണ്ഡേയന്റെ ജീവൻ അപഹരിക്കാൻ വന്നു. മുനി സഹായത്തിനായി നിലവിളിച്ചുകൊണ്ട് ലിംഗത്തെ ആലിംഗനം ചെയ്തു. യമൻ തൻ്റെ കുരുക്ക് മുനിയുടെ കഴുത്തിൽ ചുറ്റി. അത് ലിംഗത്തെയും വലയം ചെയ്തു. കോപാകുലനായ ശിവൻ ലിംഗത്തിൽ നിന്ന് പുറത്തു വന്ന് തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ യമനെ ആക്രമിച്ചു. മാർക്കണ്ഡേയൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായതിനാൽ അവനെ വിട്ടുപോകാൻ ശിവൻ യമനോട് കൽപ്പിച്ചു. യമന് ഭഗവാന്റെ ആജ്ഞകൾ പാലിക്കേണ്ടി വന്നു. ശിവൻ മാർക്കണ്ഡേയനെ ചിരഞ്ജീവിയാക്കി. ഒരിക്കലും മരിക്കാത്തവൻ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.